അപ്പൊ ഫെമിനിസ്റ്റ് ക്രിറ്റിസിസം ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടുള്ളത്. അതിന്റെ തേർഡ് പാർട്ടാണ്. അപ്പൊ കേറ്റ് മിൽറ്റിന്റെ സെക്ഷൽ പൊളിറ്റിക്സ് എന്നുള്ള ബുക്ക് 1970 എഴുതപ്പെട്ട ഒരു പുസ്തകമാണ്. ഇറ്റ് അനലൈസ് ദ സിസ്റ്റം ഓഫ് സെക്സ് റോൾ, സ്റ്റീരിയോടൈപ്പിംഗ് ആൻഡ് ഒപ്രഷൻ ഓഫ് വുമൺ അണ്ടർ പാട്രിയാർക്കൽ സോഷ്യൽ ഓർഗനൈസേഷൻ. എന്താണ് സ്റ്റീരിയോ ടൈപ്പ്? സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ രീതിയിലുള്ള, അതായത് സ്ത്രീകളുടെ ജീവിതം നിങ്ങൾ എടുത്തു നോക്കൂ. ഒരമ്മ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? ഭക്ഷണം ഉണ്ടാക്കുന്നു, ഉച്ചക്കും ഭക്ഷണം ഉണ്ടാക്കുന്നു, രാത്രിയും ഭക്ഷണം ഉണ്ടാകുന്നു, തുണി അലക്കുന്നു, പാത്രം കഴുകുന്നു. ഇത് തന്നെ റിപ്പീറ്റഡ് ആണ് അല്ലെ? ഒരേ ജോലി റിപ്പീറ്റഡ് ആണ്. അതേസമയം ആണുങ്ങളുടെ അല്ലെങ്കിൽ മെയിൽ ലൈഫ് എടുത്തു കഴിഞ്ഞാൽ അവർ ഇന്നൊരു ജോലി ചെയ്യുന്നു, നാളെ ഒരു ജോലി ചെയ്യുന്നു, ഇല്ലെങ്കിൽ ഇന്ന് ചെയ്യുന്ന ഒരു പ്രവൃത്തി ആ രീതിയിൽ തന്നെ ആയിരിക്കില്ല പിറ്റേന്നാൾ ചെയ്യുന്നുണ്ടാവുക. അതേസമയം സ്ത്രീകൾ എന്താണ്? സ്റ്റീരിയോ ടൈപ്പ് ആവുകയാണ് എപ്പോഴും. അതായത് ഇപ്പോൾ നമ്മൾ പറയാറില്ലേ, ഒരു കുട്ടി സ്കൂളിൽ പോകുന്നു, അതുപോലെ വളരുന്നു, പഠിക്കുന്നു, വിവാഹം ചെയ്യുന്നു, എന്ത് ചെയ്യുന്നു? കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നു, വീണ്ടും കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നു, വൃദ്ധയാവുന്നു, മരിക്കുന്നു. ഓക്കെ, പുരുഷന്മാരുടെ ജീവിതവും ലൈഫ് സൈക്കിൾ ഇങ്ങനെ തന്നെയാണെങ്കിലും അതിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അല്ലെ? അവർ ഇന്ന് ചെയ്യുന്ന പ്രവർത്തികൾ നാളെ ചെയ്യില്ല. പെട്ടെന്ന് തന്നെ അത് മടുപ്പുളവാക്കുകയും പുരുഷന്മാർക്ക് പെട്ടെന്ന് മടുപ്പ് ഉണ്ടാവുന്ന ഒരു സ്വഭാവമാണുള്ളത്. അതേസമയം സ്ത്രീകൾ എന്താണ്? സ്റ്റീരിയോ ടൈപ്പായിട്ട് മാറുകയാണ്. സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേ പ്രവൃത്തി റിപ്പീറ്റഡ് ആയിട്ട് എല്ലാ ദിവസവും ചെയ്യുക. അതാണ് സ്റ്റീരിയോ ടൈപ്പിംഗ്. അപ്പോൾ സെക്സ് റോൾ സ്റ്റീരിയോ ടൈപ്പിംഗ് എന്ന് പറഞ്ഞാല് എന്താണ്? സ്ത്രീകൾ എപ്പോഴും തൻ്റെതായ ജോലികളിൽ സ്റ്റീരിയോ ടൈപ്പായിട്ട് മാറിയിരിക്കുകയാണ്. ഒരേ ജോലി റിപ്പീറ്റഡ് ആയി ചെയ്തിട്ട് ഒരു സ്റ്റീരിയോ ടൈപ്പായിട്ട് മാറിയിരിക്കുകയാണ്. അതേസമയം എന്താണ്? ആ ഒരു സിസ്റ്റത്തിനെയാണ് കേറ്റ് മില്ലറ്റ് തന്റെ സെക്ഷൽ പൊളിറ്റിക്സ് എന്നുള്ള 1970 ബുക്കിൽ പറയുന്നത്. മാത്രമല്ല, ഒപ്രഷൻ ഓഫ് വുമൺ അണ്ടർ പാട്രിയാർക്കൽ സോഷ്യൽ ഓർഗനൈസേഷൻ, അത് മാത്രമല്ല പുരുഷ മേധാവിത്വത്തിൽ സ്ത്രീകളുടെ അടിച്ചമർത്തപ്പെടൽ എന്നുള്ള വിഷയം കൂടി ചർച്ച ചെയ്യുന്നു. ആ ഒരു പ്രതിഭാസം എന്ത് കാണാൻ പറ്റും? നമുക്ക് സൊസൈറ്റിയിൽ കാണാൻ പറ്റും. സമൂഹത്തിൽ സ്ത്രീകളെ അടിച്ചമർത്തുന്ന പുരുഷ മേധാവിത്വം നമുക്ക് കാണാൻ സാധിക്കും. ഈ രണ്ട് ടോപ്പിക്കാണ് സെക്ഷൽ പൊളിറ്റിക്സിൽ കേറ്റ് മില്ലറ്റ് ഡിസ്കസ് ചെയ്യുന്നത്. സ്റ്റീരിയോ ടൈപ്പിംഗ് എന്താണെന്ന് മനസ്സിലായല്ലോ? ഓക്കെ, മില്ലറ്റ് ആർഗ്യൂസ് ദാറ്റ് ദ ഐഡിയോളജിക്കൽ ഇൻഡോക്ട്രിനേഷൻ ആസ് മച്ച് ആസ് എക്കണോമിക് ഇൻഇക്വാലിറ്റി ഈസ് ദ കോസ് ഓഫ് വുമൻസ് ഒപ്രഷൻ. അപ്പോൾ പറയുന്നുണ്ട്, കേറ്റ് മില്ലറ്റ് തന്നെ അതിനുള്ള റീസൺ പറയുന്നുണ്ട്. റീസൺ എന്ന് പറയുന്നത് വുമൺ ഒപ്രഷന്റെ റീസൺ, എന്തുകൊണ്ടാണ് സ്ത്രീകൾ ഇങ്ങനെ സെക്കൻഡ് സിറ്റിസൺ ആയിട്ട് കാണപ്പെടുന്നു, ഇല്ലെങ്കിൽ എന്തുകൊണ്ട് അവർ അടിച്ചമർത്തപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൺലി ബിക്കോസ് ഓഫ് എക്കണോമിക് ഇൻഇക്വാലിറ്റി. എക്കണോമിക് ഇൻഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സാമ്പത്തിക അസമത്വം. സാമ്പത്തികം എന്ന് പറഞ്ഞാൽ എന്താണ്? പണം അല്ലെ? ഇപ്പൊ ഒരു കുടുംബത്തിലാണെങ്കിൽ പണ്ടൊക്കെ പുരുഷന്മാർ മാത്രമാണ് ജോലിക്ക് പോയിരുന്നത്. അപ്പോൾ അവരെ ആശ്രയിച്ചാണ് സ്ത്രീകള് കുടുംബം നോക്കിയിരുന്നത്. അതിനെ മാനേജ് ചെയ്യുക എന്ന് മാത്രമുള്ള ഒരു ജോലിയായിരുന്നു സ്ത്രീക്ക് ഉണ്ടായിരുന്നത്. ഇന്ന് ഒരുപാട് മാറ്റം സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇന്നും പല കുടുംബങ്ങളിലും നമുക്ക് കാണാം സ്ത്രീകൾ വീട്ടമ്മയായി നിൽക്കുകയും പുരുഷൻ ജോലി ചെയ്യുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഒറ്റ ഒരു വരുമാന സ്രോതസ് മാത്രമേ ഉള്ളൂ അല്ലെ? ഒരു സൈഡിൽ നിന്ന് മാത്രമേ ഇൻകം വരുള്ളൂ. മാത്രമല്ല, ഈ ഇൻകം എപ്പോ സ്റ്റോപ്പ് ആവുന്നു അന്ന് ആ കുടുംബം ഇല്ലാണ്ടാവും അല്ലെ? അപ്പോ സ്ത്രീകൾ എപ്പോഴും എക്കണോമിക്കലി ഇൻഇക്വൽ ആണ് അല്ലെ? സാമ്പത്തികപരമായിട്ട് ഇൻഇക്വൽ ആണ്. ഇന്ന് സ്ത്രീകൾ ഒരുപാട് മുന്നോട്ട് വരുന്നുണ്ടെങ്കിലും ഒരു കാലഘട്ടം വരെ സ്ത്രീകള് വീട്ടുജോലികൾ മാത്രം ചെയ്യുന്ന ഒരാളായിട്ട് ആണ് കരുതിയിരുന്നത്. ഒരു വേലക്കാരിയുടെ റോളായിരുന്നു സ്ത്രീക്ക് ഉണ്ടായിരുന്നത്. അതാണ് എന്തിന് കാരണമാവുന്നത്? സ്ത്രീകളുടെ അടിച്ചമർത്തലിന് കാരണമാവുന്നത്. അതുകൊണ്ടാണ് ഈ സ്ത്രീധനത്തിന്റെ പ്രശ്നവും അതുപോലെ എന്താണ് വീട്ടിലുള്ള ഡൊമസ്റ്റിക് വയലൻസ് ഒക്കെ ഉണ്ടാവുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, സ്ത്രീകൾക്ക് അവർക്ക് അവരുടെ കയ്യിൽ പൈസ ഇല്ല, അതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല, അവരെ ഒരു മനുഷ്യനായിട്ട് പോലും പരിഗണിച്ച് ഉണ്ടായിരുന്നില്ല. ഓക്കെ, മില്ലറ്റ് borrows from social science the important distinction between sex and gender, where sex is determined biologically but gender is a psychological concept which refers to culturally acquired sexual identity. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? സോഷ്യൽ സയൻസ് അറിയാലോ, സോഷ്യോളജി, അതുപോലെ സോഷ്യൽ സയൻസ്, ഇങ്ങനെ പല വിഷയങ്ങളുണ്ട്. നമ്മൾ നേരത്തെ ഹ്യൂമാനിറ്റീസ് പറയുമ്പോൾ പറഞ്ഞാണ്. ഓക്കെ, അപ്പൊ അതില് പഠിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് ആണ് സെക്സും ജെൻഡറും. നേരത്തെ ഞാൻ ഇത് പറഞ്ഞിരുന്നു, സെക്സും ജെൻഡറും. എന്താണ് സെക്സ്, എന്താണ് ജെൻഡർ? ഈ ഒരു ഐഡിയ കേറ്റ് മില്ലറ്റ് ബോറോ ചെയ്തിട്ടുണ്ട്, കടമെടുത്തിട്ടുണ്ട്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ് സെക്സ്? ചിലപ്പോൾ ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ വരാം, വാട്ട് ഇസ് സെക്സ് ആൻഡ് ജെൻഡർ എന്ന് ക്വസ്റ്റ്യൻ വരാം.
ഇപ്പൊ സെക്സ് എന്ന് പറയുന്നത് ബയോളജിക്കലി ഡിറ്റർമിനേഷൻ ആണ്. അതായത് ഒരു ഭ്രൂണം അല്ലെങ്കിൽ ഒരു ഫീറ്റസ് അമ്മയുടെ വയറ്റില് ഒരു കുഞ്ഞാവ് ജന്മം കൊള്ളുമ്പോൾ എന്താകുന്നു, അത് ജനിക്കുമ്പോൾ അതിന്റെ ലിംഗത്തിന്റെ അടിസ്ഥാനത്തിൽ ആണാണോ പെണ്ണാണോ, എക്സ് ഓർ വൈ എന്ന് മാത്രം പറയുന്നു. ഇതാണ് സെക്സ്. ഓക്കെ, എന്താണ് ഫിസിയോളജിക്കൽ ബയോളജിക്കൽ ഐഡന്റിറ്റി. ഓക്കെ, ബയോളജിക്കൽ ഐഡന്റിറ്റി. ഏതൊരു ജീവിയിലും സ്ത്രീയെന്നും ഒരു പുരുഷനെന്നും ഉണ്ട്. അതാണ് ബയോളജിക്കൽ സെക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ജെൻഡർ എന്താണ്? ഇറ്റ് ഇസ് സൈക്കോളജിക്കൽ കൺസെപ്റ്റ് വിച്ച് റെഫേഴ്സ് ടു കൾച്ചറലി അക്വയർഡ് സോഷ്യൽ ഐഡന്റിറ്റി. അതായത് എന്താണ്? അതൊരു സൈക്കോളജിക്കൽ കൺസെപ്റ്റ് ആണ് ജെൻഡർ എന്ന് പറയുന്നത്, അല്ലെ? ജെൻഡർ ഇപ്പൊ ട്രാൻസ്ജെൻഡർ ഉണ്ട്, മെയിൽ ഉണ്ട്, ഫീമെയിൽ ഉണ്ട്, അല്ലെ? വുമൺ, മെൻ, ഇങ്ങനെ 3 കാറ്റഗറി ഉണ്ട്. ഇതെന്താണ്? സൈക്കോളജിക്കൽ ആണ്. പുരുഷന്മാർ ജനിക്കുമ്പോൾ എല്ലാവരും എന്താണ്? വ്യത്യസ്ത ലിംഗങ്ങളായിട്ട് ജനിക്കുന്നു, അല്ലെ? പക്ഷെ സമൂഹത്തിൽ അവരുടെ പെരുമാറ്റം കൊണ്ടോ ഇല്ലെങ്കിൽ അവരുടെ പ്രവൃത്തികൾ കൊണ്ടോ നമ്മൾ ഒരാളെ ആണ് ഇല്ലെങ്കിൽ ആണത്വം, പെണ്ണത്വം എന്നൊക്കെ പറയാറുണ്ട്, അല്ലെ? ഇതൊക്കെ എന്താണ്? സമൂഹത്തിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ആണ്. ഇതെങ്ങനെയാ ഉണ്ടാകുന്നത്? വിച്ച് റെഫേഴ്സ് ടു കൾച്ചറലി അക്വയർഡ് സെക്ഷൽ ഐഡന്റിറ്റി. ഇത് നമ്മുടെ കൾച്ചറിന്റെ ഭാഗമായിട്ട് നമ്മൾ സ്വീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ നമുക്ക് ട്രാൻസ്ജെൻഡേഴ്സിനെ സ്വീകരിക്കാൻ ഒരു മടിയുണ്ട്. എന്തുകൊണ്ടാണ്? കാരണം നമ്മുടെ കൾച്ചറിൽ അങ്ങനെ ഒരു വിഭാഗമില്ല, അല്ലെ? നമ്മുടെ സംസ്കാരത്തിൽ അങ്ങനെ ഒരു വിഭാഗത്തെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ അവരെ ഒഴിവാക്കുന്നത്. അപ്പൊ ഇതൊരു കൾച്ചറിന്റെ ഭാഗമാണ് ഈ പറയുന്ന ജെൻഡർ എന്നുള്ള കൺസെപ്റ്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? ഇതിന്റെ വ്യത്യാസം നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കണം. അപ്പോ ഇത് ഒരു ജെൻഡർ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഒരു സൊസൈറ്റിയിൽ നിന്നും ഫോം ചെയ്യുന്നതാണ്. കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? സൊസൈറ്റിയാണ്. അപ്പൊ സൊസൈറ്റിയിൽ നിന്ന് ഫോം ചെയ്യുന്നതാണ് ജെൻഡർ. സെയിം ടൈം സെക്സ് എന്ന് പറയുന്നത് എന്താണ്? അതൊരു ബയോളജിക്കൽ ഡിറ്റർമിനേഷൻ ആണെന്ന് മനസ്സിലാക്കുക. Millet and other feminists have attacked social scientists that they treat the culturally learned female characteristics passivity as natural. She recognized that the women as much as men perpetuate these attitudes in women magazines and family ideology. അപ്പോൾ ഈ ഒരു രീതി, അല്ലെ, എന്താണ്? ജെൻഡർ വൈസ് സ്ത്രീകൾ താഴെയാണ്, ഒപ്രസ് ചെയ്യപ്പെടേണ്ട ആൾക്കാരാണ്, അല്ലെങ്കിൽ സബോർഡിനേറ്റ് ആണ്. അതേസമയം മെയിൽ എന്ന് പറയുന്നത് എന്താണ്? ഹയർ പൊസിഷൻ ആണ്, ഡോമിനേഷൻ ആണ്. അപ്പോൾ ഇത് സമൂഹത്തിന്റെ എല്ലാ മേഖലയിലും നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ എല്ലാത്തിലും, ഇപ്പൊ രാഷ്ട്രീയത്തിലായാലും വിദ്യാഭ്യാസ രംഗത്തായാലും എല്ലാത്തിലും എത്ര നമ്മൾ ഡെവലപ്പ് ആയിക്കഴിഞ്ഞാലും ഈ ഒരു കൺസെപ്റ്റ് നിലനിന്നുകൊണ്ട് പോവാണ്. അപ്പൊ ഇതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? സെക്ഷൽ പൊളിറ്റിക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്ഷൽ റോൾസ്, സെക്സ് റോൾസ് ഇൻ ഇൻഈക്വൽ ആൻഡ് റെപ്രസീവ് റിലേഷൻ ഓഫ് ഡോമിനേഷൻ ആൻഡ് സബോർഡിനേഷൻ ഈസ് വാട്ട് മില്ലറ്റ് കോൾസ് സെക്ഷൽ പൊളിറ്റിക്സ്. എന്താണ്? നമ്മുടെ സൊസൈറ്റിയിൽ സെക്സിന്റെ അടിസ്ഥാനത്തിൽ അടിച്ചമർത്തപ്പെടുകയും അതുപോലെ ഡോമിനേറ്റും ചെയ്യുന്ന ആ ഒരു റിലേഷൻ, ആ ഒരു ബന്ധത്തെയാണ് ഇവിടെ കേറ്റ് മില്ലറ്റ് എന്തെന്ന് പറയുന്നത്? സെക്ഷൽ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. സോ മില്ലറ്റ്സ് ബുക്സ് പ്രൊവൈഡ് എ പവർഫുൾ ക്രിട്ടിക് ഓഫ് എ പാട്രിയാർക്കൽ കൾച്ചർ. അതായത് ഈ മേധാവിത്വം, പുരുഷ മേധാവിത്വം എന്നുള്ള ആ ഒരു സംസ്കാരത്തിനുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ക്രിറ്റിസിസം ആണ് കേറ്റ് മില്ലറ്റിന്റെ സെക്ഷൽ പൊളിറ്റിക്സ് എന്നുള്ള ബുക്ക്. അപ്പൊ ഓർക്കുക, ചിലപ്പോൾ ഈ സെക്ഷൽ പൊളിറ്റിക്സ് മാത്രം കൊടുക്കാം, കേറ്റ് മില്ലറ്റ്സ് സെക്ഷൽ പൊളിറ്റിക്സ്. അപ്പൊ നമ്മൾ ആ ബുക്കിൽ പറയുന്ന കാര്യങ്ങളൊക്കെ എഴുതേണ്ടി വരും. ഓക്കെ, അപ്പൊ എന്താണ് ഈ ബുക്ക് എന്താ ശരിക്കും ഉദ്ദേശിക്കുന്നത്? സമൂഹത്തിൽ അന്ന് നിന്നിരുന്ന 1970s നിന്നിരുന്ന അവരെന്താണ്? പാട്രിയാർക്കൽ കൾച്ചർ. പാട്രിയാർക്കൽ മീൻസ് പുരുഷ മേധാവിത്വം. അതിനെതിരെയുള്ള ഒരു ശബ്ദമായിരുന്നു, ഇല്ലെങ്കിൽ അതിനെതിരെയുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള ക്രിറ്റിസിസം ആയിരുന്നു കേറ്റ് മില്ലറ്റിന്റെ ഈ പുസ്തകം എന്ന് അറിയാം. സോ ദ Millet appears to be holding one-dimensional view of male domination. It appears that for Millet, male authors are compelled to by their gender to produce oppressive sexual politics of the real world in their fiction. അപ്പൊ മാത്രല്ല അതിന്റെ കൂടെ പറയാണ്, മില്ലറ്റിന്റെ അഭിപ്രായത്തിൽ മെയിൽ ഓതേഴ്സ് എന്ന് പറഞ്ഞാരാണ്? എഴുത്ത് അല്ലെ, പുരുഷന്മാരെ എഴുതുന്ന ഓതേഴ്സ്, പുരുഷന്മാരായിട്ടുള്ള ബുക്കുകളിലൊക്കെ നമുക്കിത് കാണാൻ പറ്റും. സമൂഹത്തില് സ്ത്രീകൾ താഴെയാണെന്നുള്ള രീതിയിലുള്ള എഴുത്ത് നമുക്ക് പല പുസ്തകങ്ങളിലും കാണാൻ പറ്റുമെന്നാണ് കേറ്റ് മില്ലറ്റ് പറയുന്നത്. അതായത് 1970s പീരീഡിലൊക്കെ ഉള്ള ബുക്ക് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അവിടെ സ്ത്രീകളുടെ റോള് വളരെ കുറവായിരിക്കും. ഇതൊരു കഥയാണ്, ഫിക്ഷൻ ആണെങ്കിലും
ഓക്കെ, കെട്ടുകഥയാണെങ്കിലും അതിലൊക്കെ സ്ത്രീകളുടെ റോള് വളരെ ഭയങ്കര പാവങ്ങളായിട്ടുള്ള അടിമം, പുരുഷന്മാരുടെ അണ്ടറിൽ ജീവിക്കുന്ന അങ്ങനെ ഒരു ക്യാരക്ടർ ആയിരിക്കും നമുക്ക് എല്ലാ ബുക്സിലും കാണാൻ പറ്റുക എന്നാണ് കേറ്റ് മില്ലറ്റ് പറയുന്നത്. സോ ഇറ്റ്സ് ഓൺലി വൺ ഡയമെൻഷണൽ വ്യൂ ഓഫ് മെയിൽ ഡോമിനേഷൻ. ഇതൊരു ഒറ്റ നോട്ടത്തിൽ കാണുന്ന കാര്യങ്ങളാണെന്നാണ് പറയുന്നത്. ഇതിൽ തന്നെ വരുന്ന വേറൊരു ടോപ്പിക്കാണ് സോഷ്യലിസ്റ്റ് മാർക്സിസ്റ്റ് ഫെമിനിസം. ഇപ്പൊ കേറ്റ് മില്ലറ്റിന്റെ ആണ് നമ്മൾ പറഞ്ഞു, അതുപോലെ ബിവോയറിന്റെ നമ്മൾ പറഞ്ഞു, വെർജീനിയ വൂൾഫിന്റെ പറഞ്ഞു. അടുത്തത് നമ്മൾ മാർക്സിസ്റ്റ് ക്രിറ്റിസിസം പഠിച്ചിട്ടുണ്ടല്ലേ, അതിൽ തന്നെ മാർക്സിസ്റ്റ് ഫെമിനിസം ഉണ്ട്. ഓക്കെ, സോഷ്യലിസ്റ്റ് ഓർ മാർക്സിസ്റ്റ് ഫെമിനിസം. സോഷ്യലിസം എന്ന് പറഞ്ഞാൽ എല്ലാ സമൂഹത്തിലും ഒരു ഹൈ ക്ലാസ് ലോ ക്ലാസ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. എന്നാണോ ഇത് ഇല്ലാതാവുന്നത് അന്ന് മാത്രമേ എന്താവുള്ളൂ, സമൂഹം ഒരു നല്ല രീതിയിലാവുള്ളൂ എന്നാണ് ഈ സോഷ്യലിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ തന്നെ ഫെമിനിസം ഉണ്ട്, മാർക്സിസ്റ്റ് ഫെമിനിസം. ഓക്കെ, അതെന്താ നമുക്ക് നോക്കാം. ഇറ്റ്സ് എ പവർഫുൾ സ്ട്രാൻഡ് ഓഫ് സെക്കൻഡ് വേവ് ഡ്യൂറിങ് 1960s ആൻഡ് 1970s ബ്രിട്ടൻ ഇൻ പെർട്ടിക്കുലർ. അതായത് സെക്കൻഡ് വേവ്, ഫസ്റ്റ് വേവ് നമ്മൾ പറഞ്ഞു അല്ലെ, സെക്കൻഡ് വേവിലൊക്കെയാണ് കേറ്റ് മില്ലറ്റും ബിവോയറൊക്കെ വരുന്നത്. അപ്പോ സെക്കൻഡ് വേവില് എന്ത് ചെയ്യുന്നുണ്ട്, ബ്രിട്ടനിലൊക്കെ വളരെ ശക്തമായിട്ടുള്ള കാര്യം ഫെമിനിസത്തെ കുറിച്ച് വാദിച്ച ഒരു സംഭവമാണ് ഈ മാർക്സിസ്റ്റ് ഫെമിനിസം എന്ന് പറയുന്നത്. ടു സോർട്ട് എക്സ്റ്റെൻഡ് മാർക്സിസം analysis into a woman's history of their material and economic oppression of especially how family and women's domestic labor are constructed produced by the sexual division of labor. ഇതിനെ നമ്മൾ മാർക്സിസ്റ്റ് ഫെമിനിസം പറയുമ്പോൾ തന്നെ ഓർക്കുക, അതിൽ എക്കണോമിക്സ് ആണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. നമ്മൾ നേരത്തെ കേറ്റ് മില്ലറ്റിനെ പറയുമ്പോൾ പറഞ്ഞിരുന്നു അല്ലെ, വുമൺ എന്തുകൊണ്ടാണ് ഒപ്രസ് ചെയ്യപ്പെടുന്നത്, ബിക്കോസ് ഓഫ് എക്കണോമിക് ഇൻഇക്വാലിറ്റി. സെയിം പോയിന്റ് ആണ് ഇവിടെയും പറയുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് തൊഴിലിടങ്ങളിൽ ഇല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ട് സ്ത്രീകൾക്ക് ഒരു സ്ഥാനം കിട്ടാത്തതുകൊണ്ടാണ് പല പ്രശ്നങ്ങളും നടക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ മാർക്സിസ്റ്റ് ഫെമിനിസത്തില് എന്ത് ചെയ്യുന്നുണ്ട്, വുമൺസ് ഹിസ്റ്ററി ഇൻ ദ മെറ്റീരിയൽ ആൻഡ് എക്കണോമിക്കൽ ഒപ്രഷൻ ആൻഡ് എസ്പെഷ്യലി ഹൗ ഫാമിലി ആൻഡ് വുമൺ ഡൊമസ്റ്റിക് ലേബർ ആർ കൺസ്ട്രക്റ്റഡ് ആൻഡ് പ്രൊഡ്യൂസ് സെക്ഷൽ ഡിവിഷൻ ഓഫ് ലേബർ. ഓക്കെ, ഇപ്പൊ പുരുഷന്മാരെ പോലെ സ്ത്രീകൾക്ക് പുറത്തിറങ്ങി ജോലി ചെയ്യാനോ ഇല്ലെങ്കിൽ അവരുടെ സാമ്പത്തിക സ്ഥിതിയോ അവർക്ക് എങ്ങനെയാണ് തൊഴിൽ കിട്ടിയിരുന്നത്, ഇതിനെക്കുറിച്ചൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, മാർക്സിസ്റ്റ് ഫെമിനിസം ഡിസ്കസ് ചെയ്യുന്നത്. സ്ത്രീകളുടെ ചരിത്രം അതിലൂടെ നോക്കുകയാണ്. ഓക്കെ, Marxism has ignored much women's experience and activity that working class women experience double oppression of the sexual division of a labor, work and in the home. ഓക്കെ, അപ്പൊ ഒരിടത്ത് മാത്രമല്ല സ്ത്രീകൾക്ക് മാർക്സിസ്റ്റ് ഫെമിനിസം പ്രകാരം പറയാണ്, ഇപ്പൊ വർക്കിംഗ് ക്ലാസ് ആയിട്ടുള്ള വുമൺ ഉണ്ടാവൂല്ലേ, സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും വീട്ടിലിരിക്കുന്ന സ്ത്രീകളായിരിക്കണം എന്നില്ല, വളരെ കുറച്ചൊരു എണ്ണം ജോലിക്കും പോകുന്നുണ്ടാവാം. പക്ഷെ അവർക്ക് ജോലി ചെയ്യുന്നിടത്തും ഒപ്രഷൻ നേരിടേണ്ടി വരാം അല്ലെ, അവരവിടെയും താഴ്ത്തുന്നുണ്ടാവും. ഇപ്പൊ ഒരു ഓഫീസ് ആണെങ്കിൽ സ്ത്രീകളെ വളരെ മോശമായിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഓഫീസുകൾ ഇപ്പോഴും ഇല്ലേ, അപ്പൊ അതുപോലെ ഉണ്ടാവും. അതേപോലെ സ്ത്രീക്ക് വീട്ടിൽ ചെന്നാലും സെയിം അവസ്ഥയാണ്. രണ്ടിടത്തും ഒരു ഡബിൾ ഓപ്പറേഷനാണ് ഈ സെക്ഷൽ ഡിവിഷൻ ഓഫ് ലേബർ കാരണം ഉണ്ടാവുന്നത്. അതായത് സ്ത്രീകൾക്ക് ഇന്ന ജോലി, പുരുഷന്മാർക്ക് ഇന്ന ജോലി എന്ന് പറയുമ്പോൾ അവിടെ തന്നെ ഒരു സെക്ഷൽ ഒപ്രഷൻ ആണ് അല്ലെ, അവിടെ ജെൻഡർ പറഞ്ഞുകൊണ്ട് അവരെ അടിച്ചമർത്തുന്നു. ഓക്കെ, അപ്പൊ അവിടെ എന്തുണ്ടാവുന്നു, തൊഴിലിടത്തും ഉണ്ടാവുന്നു, അതേപോലെ വീട്ടിലും ഉണ്ടാവുന്നു. അതിനെയാണ് ഡബിൾ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. Okay, the activity that working class women experience the double oppression of a sexual division of labor at work and in the home. Okay, അപ്പൊ ഇതിന് എക്സാമ്പിൾ ആയിട്ടുള്ള കുറച്ച് ബുക്കുകളുടെ പേര് പറയുന്നുണ്ട്, ഇത് നോട്ട് ചെയ്ത് വെക്കുക. എലി സെറസ്റ്റിസ്കിന്റെ ക്യാപിറ്റലിസം എന്നുള്ള ബുക്ക്, ക്യാപിറ്റലിസം ദ ഫാമിലി ആൻഡ് പേഴ്സണൽ ലൈഫ് എന്നുള്ള 1976 ബുക്ക്. അതുപോലെ ജൂലിയറ്റ് മിഷേലിന്റെ വുമൻസ് എസ്റ്റേറ്റ് ഈ ബുക്ക് ഓർത്ത് വെക്കുക. വുമൻസ് എസ്റ്റേറ്റ് 1974 ജൂലിയറ്റ് മിഷേലിന്റെ ബുക്കാണ് വുമൻസ് എസ്റ്റേറ്റ്. ഓക്കെ, ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് ടെക്സ്റ്റ് ഓഫ് സോഷ്യലിസ്റ്റ് ഫെമിനിസ്റ്റ് ട്രഡീഷൻ. ഇപ്പൊ സോഷ്യലിസ്റ്റ് ഫെമിനിസം ഇല്ലെങ്കിൽ മാർക്സിസ്റ്റ് ഫെമിനിസത്തിനുള്ള എക്സാമ്പിൾ ബുക്ക് നെയിം ആണ് ഈ പറഞ്ഞ രണ്ടെണ്ണം. ഒന്ന് ക്യാപിറ്റലിസം ദ ഫാമിലി ആൻഡ് പേഴ്സണൽ ലൈഫ്, അതുപോലെ വുമൺ എസ്റ്റേറ്റ്. ഓക്കെ,
അതുപോലെ നമ്മൾ കേറ്റ് മില്ലറ്റിന്റെ ബുക്ക് പറഞ്ഞു സെക്ഷൽ പൊളിറ്റിക്സ്, അതുപോലെ വെർജീനിയ വുൾഫിന്റെ റൂം 4 ആണ്, അതുപോലെ 3 ഗുനിയാസ്, ഇങ്ങനെയുള്ള ബുക്കുകൾ. ഓക്കെ, ഇനി കുറച്ചും കൂടി നമുക്ക് പറയാനുണ്ട്. ക്രിട്ടിക്കൽ അനാലിസിസ് ഓഫ് വുമൺ ഫീമെയിൽ വേൾഡ് ഔട്ട്ലുക്ക് ആൻഡ് എക്സ്പീരിയൻസ് ഇസ് അനദർ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് സെക്കൻഡ് വേവ് ക്രിറ്റിസിസം. അപ്പൊ സെക്കൻഡ് വേവ് ഫെമിനിസ്റ്റ് ക്രിറ്റിസിസത്തിൽ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചറാണ് ക്രിട്ടിക്കൽ അനാലിസിസ് ഓഫ് ഫീമെയിൽ വേൾഡ് ഔട്ട്ലുക്ക് ആൻഡ് എക്സ്പീരിയൻസ്. അതായത് സ്ത്രീകളുടെ ലോകം എന്നുള്ള ഒരു കൺസെപ്റ്റ്, അതിനെ ക്രിട്ടിസൈസ് ചെയ്യുക, അതുപോലെ തന്നെ ഔട്ട്ലുക്ക്, അതുപോലെ എക്സ്പീരിയൻസ്, ഇതിനെയൊക്കെ ഒന്ന് ക്രിട്ടിസൈസ് ചെയ്യുക എന്നുള്ളത് സെക്കൻഡ് വേവ് ഫെമിനിസ്റ്റ് ക്രിറ്റിസിസത്തിന്റെ പ്രധാന ഫീച്ചേഴ്സ് ആയിരുന്നു. ഇറ്റ് സ്വിച്ച്ഡ് ഇറ്റ്സ് ഫോക്കസ് ഫ്രം attacking male versions of the world to exploring the nature and the female world and outlook and reconstructing the laws of suppressed records of a ഫീമെയിൽ എക്സ്പീരിയൻസ്. അപ്പൊ പീറ്റർ ബാരി എന്ന് പറയുന്ന ആള് പറയാണ്, അതായത് എപ്പോഴും പുരുഷന്മാരെ കുറ്റം പറയുന്നതിൽ നിന്നും മാറി, അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അറ്റാക്കിംഗ് മെയിൽ വേർഷൻ ഓഫ് വേൾഡ്. അതായത് നമുക്ക് എല്ലാവർക്കും ലോകത്തെ കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ടല്ലേ. ഇപ്പൊ എനിക്കൊരു കാഴ്ചപ്പാടുണ്ടാവും, നിങ്ങൾക്കൊരു കാഴ്ചപ്പാടുണ്ടാവും. അപ്പോൾ നമ്മൾക്ക് നമ്മളുടേതായ ഒരു ലോകം സൃഷ്ടിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ മറ്റൊരാളെ ലോകത്തെ കുറ്റം പറയുന്നതിനേക്കാളും നല്ലത് നമ്മൾ നമ്മുടേതായ ഒരു ലോകം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ആണുങ്ങള് ബുക്കുകളിലൂടെയും അവരുടെ കൺസെപ്റ്റിലും കൾച്ചറൊക്കെ കൊണ്ട് ഒരു ലോകം സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. അത് ബ്രേക്ക് ചെയ്യാൻ പോവാണ്ട് നമ്മൾ നമ്മളുടേതായ ഒരു നേച്ചർ എക്സ്പ്ലോർ ചെയ്യുക, കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ എലൈൻ ഷോവാൾട്ടർ സ്റ്റഡീസ് ഫെമിനിസ്റ്റ് ക്രിറ്റിസിസം dividing into 2 distinct varieties. The first type is concerned with the woman's reader, with women as consumer of male-produced literature. This analysis may be called feminist critic. The probes the ideological assumption of literary phenomena. Its subjects include the images and stereotypes of women in literature, the omissions and misconceptions about women in criticism, as Fisher's the male construction literary history. അതായത് എലൈൻ ഷോവാൾട്ടർ ഫെമിനിസ്റ്റ് ക്രിറ്റിസിസത്തെ 2 വെറൈറ്റീസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആരാണ്? എലൈൻ ഷോവാൾട്ടർ എന്ന് പറയുന്ന ആള് എന്ത് ചെയ്തു? ഫെമിനിസ്റ്റ് ക്രിറ്റിസിസത്തിന് 2 ഡിസ്റ്റിങ്ക്റ്റ് വെറൈറ്റി ഉണ്ടെന്ന് പറഞ്ഞു. ഒന്നെന്ന് പറയുന്നത് വിത്ത് ദ വുമൺ ആസ് റീഡർ, വിത്ത് വുമൺ ആസ് കൺസ്യൂമർ ഓഫ് എ മെയിൽ പ്രൊഡ്യൂസ്ഡ് ലിറ്ററേച്ചർ. അതായത് പുരുഷന്മാരുണ്ടാക്കിയിരിക്കുന്ന ലിറ്ററേച്ചർ കൺസ്യൂം ചെയ്യുന്ന, വാങ്ങിച്ചു വായിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ. ഓക്കെ, അതാണ് വുമൺ റീഡർ വിത്ത് വുമൺ ആസ് കൺസ്യൂമർ ഓഫ് മെയിൽ പ്രൊഡ്യൂസ്ഡ് ലിറ്ററേച്ചർ. ദിസ് അനാലിസിസ് മേ ബി കോൾഡ് ഫെമിനിസ്റ്റ് ക്രിട്ടിക്. അപ്പൊ ഈ വിഭാഗത്തിനെ നമുക്ക് ഫെമിനിസ്റ്റ് ക്രിട്ടിക് എന്ന് വിളിക്കാം. ഓക്കെ, ഫെമിനിസ്റ്റ് ക്രിട്ടിക്, അതായത് മെയിൽ റൈറ്റേഴ്സിന്റെ ബുക്ക് കൺസ്യൂം ചെയ്ത് അത് വായിക്കുന്നവരെ എന്ത് വിളിക്കാം? ഫെമിനിസ്റ്റ് ക്രിട്ടിക് എന്ന് വിളിക്കാം. അതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്കാർ. ഇറ്റ് പ്രോബബ്ലി ദ ഐഡിയോളജിക്കൽ അസംപ്ഷൻ ഓഫ് ലിറ്റററി ഫിനോമിന. ഇറ്റ് സബ്ജക്ട്സ് ഇൻക്ലൂഡ് ഇമേജസ് ആൻഡ് സ്റ്റീരിയോ ടൈപ്സ് ഓഫ് വുമൺ ഇൻ ലിറ്ററേച്ചർ, ദ ഒമിഷൻ ആൻഡ് മിസ്കൺസെപ്ഷൻ അബൌട്ട് വുമൺ ഇൻ ക്രിറ്റിസിസം. ഓക്കെ, ഇതുവഴി നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാൻ പറ്റും? സ്റ്റീരിയോ ടൈപ്പ് ആയിട്ടുള്ള വുമന്റെ കാര്യങ്ങൾ, അതുപോലെ തന്നെ എന്താണ് മിസ്കൺസെപ്ഷൻസ്, ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ് പറയുന്നത്. ഇറ്റ് ഓൾസോ കൺസേൺഡ് വിത്ത് ദ എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് മാനിപ്പുലേഷൻ ഓഫ് ഫീമെയിൽ ഓഡിയൻസ്. മാത്രമല്ല ഇതെന്ത് ചെയ്തിരിക്കുന്നു? ഇറ്റ് കൺസേൺസ്, ഇത് കൂടുതലും എന്ത് ചെയ്യുന്നുണ്ട്? കൺസേൺ ആണ്. ആരുടെ കാര്യത്തില്? എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് മാനിപ്പുലേഷൻ ഓഫ് ഫീമെയിൽ ഓഡിയൻസ്. അപ്പൊ ഈ മെയിൽ റൈറ്റേഴ്സിന്റെ ബുക്ക് നമ്മൾ വായിക്കുമ്പോൾ ഒരു കണക്കിന് പറഞ്ഞാൽ എന്ത് ചെയ്യാണ്? നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാണ്, സെയിം ടൈം എന്ത് ചെയ്യാണ്? എക്സ്പ്ലോയിറ്റ് ചെയ്യാണ്. നമ്മുടെ ആ ഒരു വായന എന്നുള്ള കാര്യത്തെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഉപയോഗിക്കാന്നാണ് പറയുന്നത്. സെക്കൻഡ് ടൈപ്പ് ഫെമിനിസ്റ്റ് ക്രിറ്റിസിസം ഈസ് കൺസേൺഡ് വിത്ത് വുമൺ ആസ് റൈറ്റർ, വിത്ത് വുമൺ ആസ് ദ പ്രൊഡ്യൂസർ ഓഫ് ടെക്സ്ച്വൽ മീനിങ്, വിത്ത് ദ ഹിസ്റ്ററി, തീംസ്, ജോൺറേസ് ആൻഡ് സ്ട്രക്ചേഴ്സ് ഓഫ് ലിറ്റററി ബൈ വുമൺ. മനസ്സിലായല്ലോ? ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് എന്താണ്? ആണ് എഴുത്തുകാരുടെ പുസ്തകങ്ങൾ സ്ത്രീകൾ വാങ്ങി വായിക്കുന്നു, അതുവഴി സ്ത്രീകളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനും മാനിപ്പുലേറ്റ് ചെയ്യാനും ശ്രമിക്കുന്നു. ഓക്കെ, ഇതാണ് ഫെമിനിസ്റ്റ് ക്രിട്ടിക്. രണ്ടാമത്തേന്ന് പറയുന്നത് വുമൺ ആസ് റൈറ്റർ. സ്ത്രീകള് എഴുത്തുകാരാവുന്നു, സ്ത്രീകളത് വാങ്ങി വായിക്കുന്നു, സ്ത്രീകളെ കുറിച്ച് മനസ്സിലാക്കുന്നു. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ കാറ്റഗറി. ഇതുവഴി എന്ത് ചെയ്യുന്നു?
Its subjects include psychodynamics of female creativity and problem of female language. ഇതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പല ജോൺറേസ്, പല ടൈപ്പുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മാത്രമല്ല എന്താവുന്നു, ഈ ഇത്തരത്തിലുള്ള സ്ത്രീ എഴുത്തുകാരെ എഴുതുമ്പോൾ അതിലെന്തുണ്ടാവുന്നു? സൈക്കോഡൈനാമിക്സ്, സ്ത്രീകളെ കുറിച്ചും അതുപോലെ തന്നെ ഫീമെയിൽ ക്രിയേറ്റിവിറ്റി, സ്ത്രീകളുടേതായ ക്രിയേറ്റിവിറ്റി, അവരുടേതായ സർഗാത്മകതയൊക്കെ പുറത്തു വരും. അതേപോലെ പ്രോബ്ലം ഓഫ് ഫീമെയിൽ ലാംഗ്വേജ്, സ്ത്രീ ലാംഗ്വേജിന്റെ അല്ലെങ്കിൽ വുമന്റെ ലാംഗ്വേജിന്റെ പ്രത്യേകതകൾ, പ്രോബ്ലംസ് മനസ്സിലാക്കാനും പറ്റും. ഓക്കെ, so Elaine Showalter described the change in later 1970s as a shift of attention from androtext to gynotext. She coined the term gynocritics, means study of gynotext. ഓക്കെ, അപ്പൊ ഇതിനെ നമുക്ക് രണ്ട് പേരാണ് എലൻ ഷോവാൾട്ടർ കൊടുത്തിരിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് ആൻഡ്രോ ടെക്സ്റ്റ്. ആൻഡ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൽ എന്നുള്ള അർത്ഥമാണ്, മെൻ എന്നുള്ള അർത്ഥമാണ് ആൻഡ്രോ. ഓക്കെ, ആൻഡ്രോ എന്ന് പറഞ്ഞാൽ മെയിൽ. ആൻഡ്രോ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഓതേഴ്സ് ആർ മെയിൽ. അപ്പൊ എഴുത്തുകാര് പുരുഷന്മാരായിട്ടുള്ള പുസ്തകങ്ങളാണ് ആൻഡ്രോ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അപ്പോ ഗൈനോ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗൈനക്കോളജി എന്നൊക്കെ കേട്ടിട്ടില്ലേ? സ്ത്രീ രോഗം. അപ്പൊ സ്ത്രീ റിലേറ്റഡ് ആയിട്ടുള്ള ബുക്കുകളാണ് ഗൈനോ ടെക്സ്റ്റ്. അപ്പോ എന്ത് ചെയ്യണം? ലേറ്റർ 1970s ഒരു ചേഞ്ച് വേണമെന്ന് എലൻ ഷോവാൾട്ടർ പറഞ്ഞു. അതായത് ആൻഡ്രോ ടെക്സ്റ്റിൽ നിന്ന് നിങ്ങൾ ഗൈനോ ടെക്സ്റ്റിലേക്ക് മാറൂ. അതായത് ആണുങ്ങളെ എഴുത്തുകാരായിട്ടുള്ള ബുക്കുകളിൽ നിന്ന് മാറി പെണ്ണുങ്ങളെ എഴുത്തുകാരായിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കൂ എന്ന് ആളുകളോട് പറയാൻ തുടങ്ങി. മാത്രമല്ല, ഷീ കോയിൻ ദ ടേം ഗൈനോക്രിറ്റിക്സ്. ഇത് ഓർത്തു വെക്കുക. ആരാണ് ഗൈനോക്രിറ്റിക്സ് എന്നുള്ള വാക്ക് കോയിൻ ചെയ്തത്? ആരാണ്? എലൻ ഷോവാൾട്ടർ. എലൻ ഷോവാൾട്ടർ ആണ് ഗൈനോക്രിറ്റിക്സ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. എന്താണ് ഇതിന്റെ അർത്ഥം? ദ സ്റ്റഡി ഓഫ് ഗൈനോ ടെക്സ്റ്റ്. സ്ത്രീ എഴുത്തുകാരെഴുതിയ പുസ്തകങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യുക. ഓക്കെ, ഇല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കുന്നതാണ് ഗൈനോ ക്രിട്ടിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്തത്, ഇൻ ഹർ ബുക്ക്, അതായത് എലൻ ഷോവാൾട്ടറിന്റെ അടുത്തൊരു ബുക്കാണ് എ ലിറ്ററേച്ചർ ഓഫ് ദെയർ ഓൺ. ലിറ്ററേച്ചർ ഓഫ് ദെയർ ഓൺ. റൂം ഓഫ് വൺസ് ഓൺ ആരുടെയാണ്? വെർജീനിയ വൂൾഫിന്റെ. എ ലിറ്ററേച്ചർ ഓഫ് ദെയർ ഓൺ എന്ന് പറയുന്നത് എലൻ ഷോവാൾട്ടറിന്റെ ബുക്കാണ്. ഇൻ ഹർ ബുക്ക് ദ ഇംഗ്ലീഷ് വുമൺ റൈറ്റേഴ്സ് ഔട്ട്ലൈൻസ് ദ ഹിസ്റ്ററി ഓഫ് വുമൺ റൈറ്റേഴ്സ്. അപ്പൊ ഈ പുസ്തകത്തിൽ എന്ന് പറയുന്നത് ഹിസ്റ്ററി ഓഫ് വുമൺ റൈറ്റേഴ്സ് ആണ്, സ്ത്രീ എഴുത്തുകാരുടെ ചരിത്രമാണ് ഇതിൽ പറയുന്നത്. ദ ബുക്ക് എക്സാമിൻസ് ദ ബ്രിട്ടീഷ് വുമൺ നോവലിസ്റ്റ് സിൻസ് ബ്രോണ്ടെ ഫ്രം the point of view of women's experience. She divides the tradition into three phases is called the feminine, feminist, female states. Okay, അപ്പൊ ഈ പുസ്തകത്തില് ഹിസ്റ്ററിയാണ് പറയുന്നതെന്ന് പറഞ്ഞല്ലോ. എന്തിന്റെ ഹിസ്റ്ററിയാണ്? വുമൺ റൈറ്റേഴ്സിന്റെ ഹിസ്റ്ററിയാണ് എ ലിറ്ററേച്ചർ ഓഫ് ദെയർ ഓൺ എന്നുള്ള പുസ്തകത്തിൽ എലൻ ഷോവാൾട്ടർ പറയുന്നത്. അപ്പൊ ഈ പുസ്തകത്തിൽ നമുക്ക് 3 ഫേസുകൾ കാണാൻ പറ്റും. ട്രഡീഷൻ ഇൻ ടു 3 ഫേസസ്. ഏതൊക്കെയാണ് ആ ഫേസസ്? ഒന്നെന്ന് പറയുന്നത് ഫെമിനിൻ. ഓക്കെ, ഫെമിനിൻ, ഫെമിനിസ്റ്റ്, ഫീമെയിൽ സ്റ്റേറ്റ്സ്. ഓക്കെ, അപ്പൊ ഈ ഫെമിനിൻ എന്ന് പറയുന്ന ഫേസ് നടക്കുന്നത് 1840 തൊട്ട് 1880 വരെയാണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് എലിസബത്ത് ഗാസ്കൽ ആൻഡ് ജോർജ് എലിയറ്റ് ആൻഡ് is one where women writers imitated, internalized the dominant male aesthetic standards which required female authors remain gentlewomen. Okay, women wrote in an effort to equal intellectual achievements of the male culture. The male sphere of the work and effort is equal to the intellectual achievement of male culture. The main sphere of their work and effort to equal intellectual achievements of the male culture. The main sphere of the work was the immediate domestic and social circle felt guilty about their selfish commitment to authorship, accepting their limitations in expressing, avoiding cautiousness and sensibility. ഇത് വേറൊന്നുമല്ല, ഈ ഫെമിനിൻ ഫേസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ആ ബുക്കിലുള്ള 3 പാർട്സ് ആയിട്ടാണ് പറയുന്നത്. അതിൽ ഫെമിനിൻ എന്ന് പറയുന്ന പാർട്ടിൽ പറയുന്നത് സ്ത്രീകൾ എഴുതാൻ വേണ്ടി തുടങ്ങുന്നു, പക്ഷെ അവര് സ്വന്തമായിട്ട് അവരുടെ ക്രിയേറ്റിവിറ്റി ഉപയോഗിച്ച് തന്റേതായ രീതിയിൽ സ്ത്രീകൾക്ക് വേണ്ടി എഴുതുകയല്ല ചെയ്തിരുന്നത്. അതേസമയം എന്താണ്, അന്ന് കാലത്തുണ്ടായിരുന്ന പുരുഷന്മാരെങ്ങനെയാണോ എഴുതിയിരുന്നത് അതിനെ കോപ്പി ചെയ്യുന്ന, ഇല്ലെങ്കിൽ ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്തായിരുന്നു ഇവർ എഴുതിയിരുന്നത്. അതായത്
പുരുഷന്മാരെ വേദനിപ്പിക്കാത്ത രീതിയിൽ സ്ത്രീകൾ എങ്ങനെയാണോ ആ പുസ്തകങ്ങളിൽ എഴുതപ്പെട്ടിരുന്നത് അതേപോലെ എന്ത് ചെയ്യുന്നു, സ്ത്രീകളുടെ ബുക്കിലും എഴുതുന്നു. ഇതാണ് ഫെമിനിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫീമെയിൽ ഓതേഴ്സ് റിമെയിൻ ജെന്റിൽ വുമൺ, അതായത് ജെന്റിൽമെൻ, ജെന്റിൽ വുമൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മറ്റുള്ളവരെ ഒന്നും വേദനിപ്പിക്കാണ്ട് സ്വന്തമായിട്ട് എന്ത് ചെയ്യുന്നു, മറ്റുള്ളവരിതൊക്കെ നോക്കി എല്ലാവരെയും ഒന്ന് ഒരുമിച്ച് നിർത്തി എഴുതുക. ഓക്കെ, ആ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു ഇവര് റൈറ്റിംഗിൽ കാണിച്ചിരുന്നത്. അതായത് തന്റേതായ ഒരു സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുക എന്നുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അതേസമയം എന്താണ്, ഒരു ജെന്റിൽ വുമൺ ആയിട്ട് ആസ് എ ഫീമെയിൽ ഓതർ എഴുതുകയാണ് ചെയ്തിരുന്നത്. ഓക്കെ, ഒരു മെയിൽ കൾച്ചറിനെ ഒക്കെ കുറച്ചും കൂടി എന്താണ് അതുപോലെ തന്നെയാണ് എന്നുള്ള രീതിയിലായിരുന്നു എഴുതിയിരുന്നത്. അപ്പൊ ഫെമിനിസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ഫേസ് ആണ്. 1880 തൊട്ട് 1920 വരെയാണ് ഇത് നിൽക്കുന്നത്. സോ ദ സച്ച് ഫെമിനിസ്റ്റ് റൈറ്റേഴ്സ് ആസ് എലിസബത്ത് റോബിൻസ് ആൻഡ് ഒലീവ് ഷെർണർ who protest against male values and advocate separatist Amazonian utopias and suffocated sisterhood. The phases mark the demand of autonomy on the part of women and initiation of a all-out war between sexes. In female phase, the women reject the both imitation and protest two form of dependency and turn instead of female experience as the source of an autonomous art, extending feminist analysis of culture and the form of techniques of literature. അപ്പോൾ നമ്മൾ 3 ഫേസ് ഉണ്ടെന്ന് പറഞ്ഞ അല്ലെ. ഫസ്റ്റ് വൺ ഇസ് ഫെമിനിൻ ഫേസ്, ഫെമിനിസ്റ്റ് ഫേസ്, ഫീമെയിൽ സ്റ്റേറ്റ്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെന്ന് പറയുന്ന പീരീഡ് എപ്പോഴാണ്, 1880 തൊട്ട് 1920 വരെ ആയിരുന്നു. അപ്പൊ ഈ ഒരു പീരീഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്ത് ചെയ്യുന്ന വെച്ചാൽ അവർ ഈ മെയിൽ ഡോമിനേഷൻ അല്ലെങ്കിൽ മെയിൽ ഓട്ടോണമി എന്നുള്ളതിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങിയതാണ് പറയുന്നത്. ലൈക്ക് റൈറ്റേഴ്സ് ലൈക്ക് എലിസബത്ത് റോബിൻസ് ആൻഡ് ഒലീവ് ഷെർണർ, ഇവരൊക്കെ എന്ത് ചെയ്തു, ദേ പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദ മെയിൽ വാല്യൂസ് ആൻഡ് അഡ്വക്കേറ്റ് സെപ്പറേറ്റിസ്റ്റ് ആമസോണിയൻ ഉട്ടോപ്പിയാസ്. ഉട്ടോപ്പിയ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഇമാജിനറി ഒരു നാടാണ്, ഒരു പ്ലേസ് ആണ്. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും സ്നേഹിക്കുകയും എല്ലാം കറക്റ്റ് ആയിട്ട് പോകുന്ന ഒരു നാടാണ് ഉട്ടോപ്പിയ എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെയുള്ള ഒരു കൺസെപ്റ്റ്, അപ്പൊ അതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഒരു രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി തുടങ്ങി. മാത്രമല്ല എന്ത് ചെയ്തു, ദേ റിജക്റ്റഡ് എവറിത്തിങ് ലൈക്ക് ഇമിറ്റേഷൻ. പണ്ടൊക്കെ നമ്മൾ പറഞ്ഞു ഫീമെയിൽ പീരീഡിൽ, ഫെമിനിൻ പീരീഡിൽ എന്ത് ചെയ്തിരുന്നു, അവരുടെ അതേ ഒരു ഇമിറ്റേഷൻ ആയിരുന്നു ലിറ്ററേച്ചറിൽ, വുമൺ ലിറ്ററേച്ചറിൽ കണ്ടിരുന്നത്. അതൊക്കെ മാറാൻ വേണ്ടി തുടങ്ങിയത് ഈ ഒരു പീരീഡിലാണ്. ഓക്കെ, for Showalter, Rebecca West, Catherine Mansfield, and Dorothy Richardson are most important novelists. After Virginia Woolf, the frankness about sexuality enters women's fiction, especially Jean Rice. Thereafter, followed a new generation of university-educated women who no longer felt the need to express feminine discontents. This included A.S. Beard and Margaret Drabble, Christine Brooke Ross, Bridget Brophy. However, the early 70s, the shift once again towards more angry tone occurs novelists like Penelope Mortain, Muriel Spark, and Doris Lessing. അപ്പോൾ അങ്ങനെ പോവാണ്, ഓരോന്നിനെയും ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് ഇവർ പോവാണ്. പിന്നീട് അതിൽ നിന്നൊരു മാറ്റമൊക്കെ വന്നു എന്നാണ് പറയുന്നത്. അതായത് ഇങ്ങനെ വളരെയധികം ശക്തിയിൽ ദേഷ്യത്തോടെ പ്രതികരിക്കുന്നതിനേക്കാളും നന്നായി അവരെന്ത് ചെയ്തു, എഴുതാനും യൂണിവേഴ്സിറ്റി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്ത്രീകളൊക്കെ എഴുതാനൊക്കെ തുടങ്ങിയതോടുകൂടി ഈ ഫെമിനിസം അതിന്റെ ഒരു ഹയറിൽ നിന്നും വളരെ സമാധാനപരമായിട്ടുള്ള എന്നാൽ വളരെ രൂക്ഷമായി വിമർശിക്കുന്ന ഒരു രീതിയിലേക്ക് മാറി എന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ വെർജീനിയ വൂൾഫ്, അതുപോലെ തന്നെ എലൈൻ ഷോവാൾട്ടർ, അതുപോലെ കേറ്റ് മില്ലറ്റ്, ഇവരൊക്കെയാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട വ്യക്തികൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ തന്നെ ഇനി ഒരു ടോപ്പിക്കും കൂടിയുണ്ട്, അതാണ് ഫ്രഞ്ച് ഫെമിനിസ്റ്റ് ക്രിട്ടിക്കൽ തിയറി. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. താങ്ക് യു.